ഞാൻ ഈ സിനിമയിലോട്ട് വരാൻ ആഹ്, ആഹ്, നമുക്ക് അതിന് കാരണങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്, ചില കാര്യങ്ങൾ, ചില ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുന്നത്, അതൊക്കെ വേറെന്തിനു വേണ്ടിയായിരിക്കും. KR സുനിൽ, ഈ തുടരും എന്ന സിനിമയുടെ റൈറ്റർ, സുനിലുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. ഒരു ഒരു എന്താ പറയുക, ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനെ സുനിലിനെ പോലെ ഒരു മനുഷ്യനെ നമ്മൾ നമ്മുടെ ഒരു സുഹൃത്താകുക എന്നൊക്കെ പറയുന്ന വളരെ ഭാഗ്യമാണ്. കാര്യം വളരെ കുറച്ച് പേരെ ഇന്നും ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ അത്ര സിമ്പിളായിട്ട് വളരെ നന്മയുള്ള ഒരു നല്ലൊരു മനുഷ്യൻ. സുനിൽ ചെയ്ത ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിനെ പറ്റി ഞങ്ങൾ ഒരു 2-3 വർഷമായിട്ട് അതിനെന്തെങ്കിലും അതിൽ നിന്നൊരു സിനിമാ രൂപത്തിൽ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സ്കോപ്പുകളുണ്ടോ എന്നുള്ള കോൺവെർസേഷൻസ് ഒക്കെ പല സമയങ്ങളായിട്ട് ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ ഞാൻ ഈ തുടരും എന്നുള്ള സിനിമ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ മേ ബി ഒരു 1.5 മാസം മുമ്പായിരിക്കും ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കേരളത്തിൽ എൻ്റെ ഒരു ഷൂട്ടിന് വരികയും ആ സമയത്ത് ഗോകുൽ ദാസ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനറും ഗൂഗിൾ ഈ തുടരുമായിട്ടുള്ള ബന്ധം വളരെ വലുതാണ്. അങ്ങോട്ട് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ഗൂഗിള് ആയിട്ട് വീണ്ടും സുനിലിൻ്റെ കാര്യം റിമൈൻഡ് ചെയ്യും. ഞാൻ കുറച്ച് നാളായി, അപ്പം 5-8 മാസമായിട്ട് സുനിലിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഗൂഗിള് പറഞ്ഞ് വീണ്ടും ഞാനും സുനിലും കൂടെ അതേ സബ്ജക്റ്റിനെ പറ്റി ഇരിക്കാൻ എൻ്റെ വീട്ടിലിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ അകത്തൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പിന്നീട് അറിഞ്ഞത്, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ തുടരുവിനെ പറ്റി ചോദിക്കുന്നുണ്ട്, അതിൻ്റെ വിശേഷങ്ങളെ പറ്റി അന്വേഷിക്കുന്നുണ്ട്, അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ എവിടെ വരെയായി എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടേതായിട്ടുള്ള ടോപ്പിക്കിലോട്ട് കടന്നിരിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ എൻ്റെ കുറച്ച് പടങ്ങൾ എടുത്ത് തരുണ്ടായി എന്ന് ഞാൻ പിന്നീട് കേട്ടിട്ടുണ്ട്. എന്നാലും അതിനുശേഷം ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് സെൽഫിയും എടുത്തിരുന്നു അന്ന്. സുനിൽ എന്നെ വെച്ചൊരു സെൽഫി എടുക്കേണ്ട കാര്യം ഇല്ല. എന്ത് തന്നെയാണെങ്കിലും എനിക്ക് തോന്നുന്നു സുനിലും തരുണും, സുനിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തരുൺ എന്നെ നല്ലപോലെ അറിയാം, ഞാൻ ചെയ്യുന്ന തൊഴിലറിയാം, എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അവർ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടായി. അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി എന്നെ തിരിച്ച് വിളിക്കുകയാണ് ഉണ്ടായത്. അപ്പം എന്നെ തിരിച്ച് വിളിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത്, അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല ഞാൻ സിനിമയിൽ അഭിനയിക്കുമോ ഇല്ലയോ. കാര്യം എൻ്റെ ജോലി തിരക്കുകൾ കൊണ്ടോ എൻ്റെ താല്പര്യം കൊണ്ടോ ഒക്കെ ആയിരിക്കാം. എന്തായാലും വളരെ സോഫ്റ്റ് ആയിട്ടാണ് എൻ്റെ ചോദിച്ചത്, ചേട്ടന് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ. ഞാൻ പറഞ്ഞു, ഒന്നിനോടും നമുക്ക് താല്പര്യമില്ലായ്മയില്ല. നമുക്ക് ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു താല്പര്യമില്ലായ്മയില്ല, പക്ഷെ എന്താണ് സംഭവം എന്നറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞത്, വളരെ നല്ലൊരു മനുഷ്യൻ, എൻ്റെ ഒരു ക്യാരക്ടറുണ്ട് ലാലേട്ടനൊപ്പം നിൽക്കുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു, അത്രയ്ക്ക് നല്ല മനുഷ്യനാണോ ഞാൻ എന്നൊക്കെ ഞാൻ ചോദിച്ച് ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് എന്തായാലും കാണാം എന്നുള്ള ഒരു കോൺവെർസേഷനിലാണ് അന്ന് ആ ഫോൺ കോൾ എൻഡ് ചെയ്തത്. പിന്നെ തരുണും സുനിലും ഞാൻ ബോംബെയിൽ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് അവരെന്നെ വന്ന് കണ്ട് ഞങ്ങളൊരു കോൺവെർസേഷൻ, നോർമൽ കോൺവെർസേഷൻ. തരുണിനെ സംബന്ധിച്ച് ഐ തിങ്ക് എവിടെയോ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. സുനിൽ സജസ്റ്റ് ചെയ്ത നിമിഷം മുതൽ തരുൺ കാണുന്ന ജോർജ് എവിടെയോ എന്നിലുണ്ടെന്ന് തരുൺ വളരെ വളരെ കൃത്യമാണെന്ന് എനിക്ക് ആ കോൺവെർസേഷനിൽ മനസ്സിലായി. കാര്യം എന്നെ തരുൺ ബോംബെയിൽ കാണാൻ വരുന്ന സമയത്ത് ഞാനൊരു വളരെ ചെറിയൊരു ഷോർട്ട്സും ചെറിയ ടീഷർട്ടൊക്കെ ഇട്ട് ഒരു റിട്ടയർ ചെയ്യുന്ന ഒരവസ്ഥയിലുള്ള ഒരു രീതിയിലും ബന്ധമുള്ള ഒരു രൂപമേ അല്ലായിരുന്നു എന്നെ കാണുന്ന സമയത്ത്. അപ്പൊ ഞാൻ തരുണിൻ്റെ അടുത്ത് ചോദിച്ചു, ഇതാണോ നിങ്ങളുടെ ജോർജ്? തരുണ് പക്ഷെ അതിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല, ചേട്ടാ ഇത് തന്നെയാണ് എന്ന്. വളരെ ഒരു സംവിധായകൻ, ഞാൻ ആ തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു സംവിധായകന്റെ ഒരു സിനിമയോടുള്ള കഥയിലോ കഥാപാത്രങ്ങളിലോ ഉള്ള ക്ലാരിറ്റി നമുക്ക് കണ്ണ് കണ്ടറിയാൻ പറ്റും. എനിക്കപ്പം തന്നെ തരുണിൻ്റെ ഒരു ക്ലാരിറ്റി വാസ് വെരി ക്ലിയർ ആ പെർട്ടിക്കുലർ പോയിന്റ്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യണം, നമുക്കൊന്ന് വിശദമായിട്ട് ഇതിനെപ്പറ്റി ഒരു നരേഷൻ ഇരുന്നാൽ അത് കുറച്ചും കൂടെ എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും, ഞാൻ ചെയ്യണോ വേണ്ടയോ. അപ്പം അതവർ സമ്മതിക്കുകയും പിന്നീട് ഐ തിങ്ക് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ബാംഗ്ലൂർ ഓഫീസിൽ സുനിലും തരുണും കൂടെ വരികയുണ്ടായി. അവർ വന്നിട്ട് തരുൺ ഒരു നരേഷൻ, ഒരു 3-3.5 മണിക്കൂർ എടുത്തൊരു നരേഷൻ, ഞാനും എൻ്റെ വൈഫ് സ്നേഹയും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് കേട്ടത്. ഞാൻ അങ്ങനെ ഒരു നരേഷൻ
ഞാൻ അടുത്ത കാലങ്ങളിൽ ഒരു സംവിധായകനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കഥ പറയുന്ന ഒരാളിൽ നിന്നോ ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു നരേഷൻ ഞാൻ സത്യത്തിൽ ഞാൻ കേട്ടിട്ടില്ല. കാര്യം ഒരു സിനിമ മുഴുവനായിട്ടൊരു സംവിധായകൻ അതിൻ്റെ എല്ലാ വശങ്ങളും, അതിൻ്റെ കഥാപാത്രങ്ങളായാലും അതിലുള്ള ചെറിയ നിമിഷങ്ങൾ തൊട്ട് വലിയ കഥയാണ് അതിൻ്റെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആൻഡ് ആർക്കും ഒക്കെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു കഥ പറച്ചിൽ ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് ഇൻസ്പയർഡായി. അതിൽ ഞാൻ തീർച്ചയായിട്ടും വീണു. ആ കഥ പറച്ചിൽ 100% ഞാൻ എക്സൈറ്റഡ് ആവുകയും ചെയ്തു. പക്ഷേ സംവിധായകൻ എന്നുള്ളൊരു ഒരു 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 എന്താ പറയുക, ഒരു തൊഴിലും കൂടെ എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഇൻസ്പയർഡായി. ഇങ്ങനെയാണ് ഒരാൾക്ക് കഥ പറയാൻ പറ്റുക. ഞാൻ അത് കഴിഞ്ഞ് മാറി നിന്ന് എൻ്റെ വൈഫ് സ്നേഹ എടുത്ത് അവരിൽ നിന്ന് മാറിയൊരു മുറിയിൽ മാറിയിട്ട് ചോദിച്ചു, എന്തൊരു സ്റ്റോറി ടെല്ലറാല്ലേ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സ്നേഹം പറഞ്ഞു, ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചപ്പോൾ ഷീ സെഡ്, യു ഷുഡ് ടേക്ക് എ കോൾ, ദിസ് ഇസ് യുവർ ലൈഫ്. നമുക്ക് പ്രീ കമ്മിറ്റ്മെൻറ്റ് പല പ്രൊജക്റ്റുകളും ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് യുവർ ലൈഫ്, യു ടേക്ക് എ ഡെസിഷൻ. ഞാൻ മാറി നിന്ന് ഒരു നിമിഷം ആലോചിച്ച ഒരു കാര്യമുണ്ട്. എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കിയ ഒരു അവസ്ഥയായിരുന്നു അത്. അസ്വസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അൺകംഫർട്ടബിൾ ആക്കിയത് വളരെ വലിയൊരു പ്രോജക്റ്റ്, ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സ്, ലാലേട്ടൻ, ശോഭന മാം, രാജു ചേട്ടൻ, മണിയമ്പിള്ള രാജു ചേട്ടൻ, ബിനു പപ്പു, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റും, പിന്നെ ലാലേട്ടൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ധാരാളം ട്വിസ്റ്റും ഒക്കെ ഉള്ളൊരു ഭീകര ആർക്കുള്ളൊരു ക്യാരക്ടർ. അത് ഞാൻ ഇതുവരെ ഒരു ക്യാമറയുടെ മുമ്പിൽ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പെർഫോം ചെയ്യാത്ത ഒരാളെന്നുള്ള രീതിയിൽ എന്നെ അത് അൺകംഫർട്ടബിൾ ആക്കി. ആ അൺകംഫർട്ടബിൾ ആക്കിയതും കൂടെയാണ് ഒരു കാരണം ഞാൻ അതിലോട്ട് എടുത്ത് ചാടാൻ. കാര്യം ഞാൻ എൻ്റെ തൊഴിൽ ചെയ്യുന്ന സമയത്തും ഞാൻ എൻ്റെ ക്യാമ്പയിൻ ഫിലിംസും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും ഒരു ജോണറിലുള്ളൊരു സ്റ്റോറി ചെയ്താൽ പിന്നെ ഒരു 1.5 വർഷത്തേക്ക് എനിക്ക് ആ ജോണറിലുള്ള സ്റ്റോറി ചെയ്യാനായിട്ട് ആക്ച്വലി എനിക്ക് സാധാരണ താല്പര്യമില്ല. കാര്യം പിന്നെ അത് കംഫർട്ടബിൾ സോണാണ്. അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സോണിൽ കയറി നമുക്ക് പരിചിതമില്ലാത്തൊരു സ്പേസിൽ നമ്മളെ തന്നെ സ്റ്റഡി ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ജനറലി താല്പര്യം. അതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ചിങ് രൂപത്തിലാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മുമ്പിലോട്ട് വന്നത്. കാര്യം അതെന്നെ അൺകംഫർട്ടബിൾ ആക്കും. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ അവിടെ പോയിട്ട് ലാലേട്ടൻ, ശോഭന മാം, രഞ്ജിത്തേട്ടൻ, ഇത്രയും വലിയ സീസൺഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ്, സീസൺഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ, ഇവരുടെയൊക്കെ മുമ്പിൽ ഞാൻ പിന്നെ തരുണിൻ്റെ ഏറ്റവും അംബിഷ്യസ് ആയിട്ടുള്ള പ്രോജക്റ്റ്, സുനിലുമായിട്ടുള്ള ബന്ധം, ഇവരുടെ എല്ലാം സമയം കളയുന്ന ഒരവസ്ഥ ഐ തിങ്ക് എന്നെ പോലുള്ള ഒരാൾക്ക് ക്യാമറയുടെ മുമ്പിൽ ഇതുവരെ പെർഫോം ചെയ്യാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത് ഭയപ്പെടുത്തും കുറച്ച്. കാര്യം നമ്മൾ അവരുടെ സമയം കളയുമോ എന്നുള്ളൊരവസ്ഥ ഉണ്ടാവും. ആ ഒരു കാരണം കൂടിയാണ് ഞാൻ ചാടിയത്. കാര്യം ചില സമയത്ത് ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി നമ്മൾ ആ ബട്ടൺ പ്രസ് ചെയ്തേ മതിയാവും. കാര്യം എന്നാലേ നമ്മളെ തന്നെ മനസ്സിലാക്കും. ധാരാളം അതിലൂടെ നമുക്ക് പഠിക്കാനുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കും. പക്ഷെ ആ സമയത്ത് ഞാൻ വീണ്ടും തരുണിൻ്റെ അടുത്തും സുനിലിൻ്റെ അടുത്തും പറഞ്ഞത്, എനിക്ക് ഈ പറഞ്ഞ പോലെ എന്നെ അൺകംഫർട്ടബിൾ ആക്കി ഞാൻ ചെയ്യാം. പക്ഷെ ഇത് നിങ്ങളെല്ലാവരും, നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട്, സുനിലും തരുണും. പക്ഷെ ലാലേട്ടനും രഞ്ജിത്തേട്ടനും ഇതിനെപ്പറ്റി കുറച്ചും കൂടെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമുക്ക് എന്തെങ്കിലും കാഷ്വലായിട്ട് 2-3 സീൻ വളരെ സ്റ്റേജ് നമുക്ക് വെറുതെ ഫോണിൽ ഷൂട്ട് ചെയ്ത് അവരെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് എല്ലാവരും ഓക്കെ ആയിരിക്കും. അത് എൻ്റെ ഒരു കംഫർട്ട് സോണിന് വേണ്ടിയിട്ട് മാത്രം ഞാനത് പറഞ്ഞപ്പോൾ അവരത് സമ്മതിക്കുകയും 2-3 സീൻ എൻ്റെ ഓഫീസിൽ തന്നെ വളരെ കാഷ്വലായിട്ട് തരുൺ കൗണ്ടർ ഡയലോഗ് പറയുകയും ഞാൻ അതിന് കൗണ്ടറായിട്ട് റിയാക്ട് ചെയ്യുകയും പറഞ്ഞ വളരെ സ്റ്റഡി ചെയ്തൊരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഒരു ഡയലോഗ്സോ അല്ലാതെ ഞങ്ങൾ കാഷ്വലായിട്ട് 3-4 കോൺവെർസേഷനും പിന്നെ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ സാധാരണ ഓഡിഷൻ ചെയ്യുന്നതാണ് പലവരും. അപ്പം ഞാൻ ആ ഒരു ഫോമാറ്റിൽ ഞാൻ എൻ്റെ ഓഡിഷൻ എടുക്കാൻ പറയുകയും ചെയ്തു. അതവർ ക്യാപ്ചർ ചെയ്ത് തരുൺ പിറ്റേ ദിവസം എഡിറ്റ് ചെയ്ത് ലാലേട്ടനും രഞ്ജിത്തേട്ടനും അയക്കുകയുണ്ടായി.
ഞാൻ അറിഞ്ഞത് ഇമീഡിയറ്റ്ലി തരുവിൽ നിന്ന് ലാലേട്ടനും രഞ്ജിത്തേട്ടനും ഈക്വലി എക്സൈറ്റഡ് ആയിരുന്നു. ലാലേട്ടന് പിന്നെ എന്നെ അറിയാം, ഞങ്ങൾ തമ്മിൽ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് കമേഴ്ഷ്യൽസിൽ. അതിന് മുമ്പും എനിക്ക് ബന്ധമുണ്ട്. ഒരേ സ്വരത്തിൽ അവർ അപ്പം തന്നെ ഇതാണ് നമ്മുടെ ജോർജ് എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ അങ്ങനെ ഒരു റിയാക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എവിടെയോ അവിടെ ഒരു കോൺഫിഡൻസും ഒരു ഹാപ്പിനെസ്സും ഉണ്ടായി. എൻ്റെ പേര് പ്രകാശ് വർമ്മ. ഞാൻ നിർവാണ ഫിലിംസ് എന്ന് പറയുന്ന ഒരു അഡ്വർടൈസിങ് പ്രൊഡക്ഷൻ കമ്പനി നടത്തി വരുന്നു. നമ്മൾ ജീവിതകാലം മുഴുവൻ അഭിനയിച്ച് നടക്കുകയാണ്. കാര്യം കള്ളത്തരങ്ങൾ ധാരാളം ഉള്ളിലുള്ളതുകൊണ്ട് അഭിനയമല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ അത് പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖവും അത് ഭീകരമല്ലേ. അപ്പോൾ ഭയങ്കര താല്പര്യമാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ശ്രമിച്ചു നോക്കാം. അപ്പം അങ്ങനെ നമ്മൾ ഈ സിനിമയിലോട്ട് അങ്ങോട്ട് കിടക്കുകയാണ്. അതിനെപ്പറ്റി പിന്നെ ബാക്കിയുള്ള അതിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ എല്ലാം ഓക്കെയാണ്, എല്ലാവർക്കും ഓക്കെ ആണെന്ന് പറയുന്നൊരവസ്ഥയിൽ ഞാൻ ഈ ഷൂട്ടിങ്ങിൽ കിടക്കുകയാണ്. എനിക്ക് ആ സമയത്തൊരു ഇവർ ഷൂട്ടിംഗ് തുടങ്ങിയെങ്കിലും എനിക്ക് ആ സമയത്തൊരു പ്രോജക്റ്റ് തീർക്കാനുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 15-20 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ലൊക്കേഷനിൽ എത്തുന്നത്. അവർ ബാക്കി പോർഷൻസൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ രാജസ്ഥാനിലൊരു കമേഴ്ഷ്യൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത്. അങ്ങനെ എത്തി എല്ലാവരെയും കണ്ട് ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ സാധാരണ എൻ്റെ താടിയും നോർമലായിട്ടൊരവസ്ഥയിലാണ് പോകുന്നത്. അപ്പം എൻ്റെ ഉള്ളിൽ അപ്പോഴും ഇതാണോ ജോർജ് എന്നൊക്കെ സംശയമുണ്ടെങ്കിലും അതിനുശേഷം തരുണിൻ്റെ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം ഞാൻ കാരവനിലോട്ട് പോവുകയും നമ്മളൊക്കെ എന്നും കണ്ട് എന്നെപ്പോലെ ആളൊക്കെ ശരിക്കും കണ്ട് അത്ഭുതപ്പെട്ട പല ആക്ടേഴ്സിൻ്റെയും വിവിധ രൂപങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു ബ്രില്യൻ ടാലൻ്റാണ് പട്ടണം റഷീദക്ക. അങ്ങനെ റഷീദക്കയാണ് എൻ്റെ മുഖത്ത് ആദ്യമായിട്ട് മേക്കപ്പ് ഇടുന്നത്. എന്തൊരു ഭാഗ്യമാണ്. എൻ്റെ കണ്ണിൽ ആക്ച്വലി എനിക്ക് വല്ലാത്തൊരു തരം അനുഭവം, ഒരു തരം ഇമോഷനും. കാര്യം ഇക്കയുടെ കയ്യിൽ നിന്ന് എൻ്റെ മുഖത്ത് ആദ്യമായിട്ടൊരു മേക്കപ്പ് ചെയ്യുക എന്ന് പറയുന്നൊരവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതൊക്കെ ആ നിമിഷങ്ങളിൽ ഞാൻ കടന്നു പോകുമ്പം എന്നും ചെറിഷ് ചെയ്യുന്ന മൊമെൻറ്റുകളാണ്. റഷീദക്ക ആക്ച്വലി ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടാലൻ്റാണ്. വളരെ നല്ലൊരു മനുഷ്യനാണ്. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണെന്നോ എന്നൊന്നുമില്ലാതെ ഒരു ഹ്യൂമൻ റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് റഷീദക്ക ആ ദിവസങ്ങളൊക്കെ എന്നെ കൈകാര്യം ചെയ്തത്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് റഷീദക്കയുടെ അസിസ്റ്റൻസും വൈശാഖ് അവരൊക്കെയാണ് നമ്മുടെ കൂടെ ഇതിൻ്റെ കൂടെ ഫുൾ നേരം ഈ സിനിമയുടെ ഷൂട്ടിംഗ് പൂർണ്ണമാകുന്നവരെ നമുക്കുണ്ടായ കോൺഫിഡൻസിലൊക്കെ ധാരാളം അവർക്കൊക്കെ കൈകളുണ്ട്. അങ്ങനെ താടിയൊക്കെ വടിച്ച് ആദ്യമായിട്ട് എൻ്റെ നെറ്റി കുറച്ചും കൂടെ ഷേവ് ചെയ്ത് തലമുടിയൊക്കെ ഒതുക്കി ഞാൻ യൂണിഫോം ഇട്ട് ഞാൻ ആദ്യമായിട്ട് റഷീദക്ക ചെയ്ത മേക്കപ്പിന് ശേഷം ഞാൻ മിററിൽ ഞാനല്ലാതെ ജോർജിനെ ഞാൻ ആദ്യം കണ്ടൊരു നിമിഷമുണ്ട്. അതൊക്കെ ജീവിതത്തിൽ വളരെ വലിയ എന്നും ഓർമ്മിച്ചിരിക്കുന്ന ചെറിഷ് ചെയ്യുന്ന മൊമെൻറ്റുകളാണ്. അങ്ങനെ ഞാൻ ആ വേഷത്തിൽ ഞാൻ സെറ്റിൽ പോയി ലാലേട്ടനെയും രഞ്ജിത്തേട്ടനെയും തരുണിനെയും സുനിലിനെയൊക്കെ ഞാൻ എന്നെ തന്നെ ഇതാണോ നിങ്ങളുടെ ജോർജ് എന്ന് ഞാൻ വീണ്ടും ചോദിക്കുകയുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തരുണിനൊരു ക്ലാരിറ്റി ഉണ്ട്. അത് ചിലവർക്ക് വിഷൻ ഉണ്ട്. അവർ ഏത് രൂപത്തിൽ ഒരാളെ കണ്ടാലും എനിക്ക് തോന്നുന്ന ചിലവരുടെ കണ്ണിൽ നോക്കി അവർക്ക് ആക്ച്വലി ചില കാര്യങ്ങൾ മനസ്സിലാക്കും. അതാണൊരു സംവിധായകൻ്റെ ഒരു ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഓക്കെ ആയി നമ്മൾ മുമ്പോട്ട് പോകുന്നു. ആ സമയത്തൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് എനിക്ക് പറയാതിരിക്കാൻ വയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. അത് ആദ്യത്തെ ഷോട്ട് എടുത്ത് കഴിഞ്ഞ് രഞ്ജിത്തേട്ടനെ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും സീസൺഡ് ആയിട്ടൊരു പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എവിടെയായിരുന്നു ഇവിടെ ഇത്രയും നാൾ എന്നാണ് ചോദിക്കുന്നത്. എത്രയോ സിനിമകൾ ചെയ്ത് എത്രയോ വലിയ നടന്മാരുടെ കൂടെ സിനിമകൾ ചെയ്തു സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് അറിയാവുന്നൊരു മനുഷ്യൻ ഒരു ഷോട്ടിന് ശേഷം അത് പറയുകയുണ്ടാകുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഭീകര കോൺഫിഡൻസ് ആണ്. അതൊക്കെയാണ് ഈ സിനിമയിൽ എനിക്ക് തോന്നുന്ന പല സമയത്തും അതിൻ്റെ അകത്ത് എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരുടെ എന്നോട് അവർ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അത് വളരെ പ്യുവറായിട്ടുള്ള കോൺവെർസേഷൻ ആയിരുന്നു.
അതിൻ്റെ റിഫ്ലക്ഷനാണെന്ന് തോന്നുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, രാജു ചേട്ടൻ, നമ്മളൊക്കെ എന്നും ഹ്യൂജ് ഫാൻ ബോയാണ് മണിയമ്പിള്ള രാജു ചേട്ടൻ്റെയൊക്കെ ചില കമൻറ്റുകളൊക്കെ ആദ്യത്തെ ദിവസം ഞങ്ങൾ ആദ്യം എടുക്കുന്ന എൻ്റെ 1-2 സോളോ സീക്വൻസ് കഴിഞ്ഞിട്ട് അന്നത്തെ രാത്രി വളരെ ഹെവി ആയിട്ടൊരു സീനാണ് അന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഞാനും രാജശേഖരനും ശോഭന മാമും ഇർഷാദും ഒക്കെയുള്ള വലിയ കുറേ കാസ്റ്റുള്ള വളരെ ടാലൻറ്റഡായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഞാനൊരു ജീപ്പിൽ ഇറങ്ങി വന്നിട്ടൊരു ലോങ് ഡയലോഗാണ്, രാത്രിയാണ് എൻ്റെ ഷൂട്ടിങ്. അന്ന് രാജു ചേട്ടൻ പറഞ്ഞ ഓർമ്മയുണ്ട്, ഇത് ജോർജാണ്. രാജു ചേട്ടൻ പറഞ്ഞു, ഇനി അഭിനയിക്കണം, കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് അങ്ങനെ ആദ്യത്തെ ദിവസം റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ആണ് ഒരു പുതിയ ഒരു ആക്ടർക്ക് ക്യാമറയുടെ മുമ്പിൽ നമുക്കുണ്ടാവുന്നൊരു തരം കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ലാലേട്ടനെ പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം ലാലേട്ടനുമായിട്ട് എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ലെങ്കിലും ഞാൻ പറയുന്നത്, ചേട്ടാ എന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് ഒരു ഡയലോഗ് തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ക്ഷമിക്കണം, ഐ വിൽ ട്രൈ ആൻഡ് ഡു മൈ ബെസ്റ്റ്. അപ്പം ലാലേട്ടൻ്റെ രീതികളുണ്ടല്ലോ ചില കാര്യങ്ങൾ, ലാലേട്ടനൊന്നും ഓവറായിട്ട് മുഖത്ത് നോക്കി അനാവശ്യമായിട്ട് പറയില്ല. ലാലേട്ടൻ വളരെ പ്യുവറാണ്. ചില ജെസ്റ്റേഴ്സിലും ചില ചെറിയ വാക്കുകളിലൊക്കെയാണ് വളരെ വലിയ ലാലേട്ടന് തോന്നുന്ന പോയിന്റുകളൊക്കെ ലാലേട്ടൻ കാണിക്കുക. അപ്പം ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചേട്ടാ ക്ഷമിക്കണം, ആരാണ് ഈ പറയുന്നത് എന്നൊരൊറ്റ വാക്കിൽ നമ്മളെ എടുത്തൊരു തലത്തിലോട്ട് ലാലേട്ടൻ എടുത്ത് വെക്കുകയാണ്. അതൊക്കെ ചിലവരുടെ ഭീകരമായ ക്വാളിറ്റീസാണ്. ലൈഫ് കണ്ടും അറിഞ്ഞും വെൽ റെഡ്, വെൽ ട്രാവൽ എന്നൊക്കെ പറയില്ലേ, അതിൽ നിന്നൊക്കെ വരുന്ന, പിന്നെ ജനറലി ആസ് എ ഹ്യൂമൻ ബീങ് വണ്ടർഫുൾ സോൾ. അപ്പോൾ ആ ഒരൊറ്റ പറച്ചിലൊക്കെ കാര്യം ലാലേട്ടൻ എന്നെ പറ്റി അറിയാം, ഞാൻ ചെയ്യുന്ന തൊഴിലിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം, ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ പ്യുവറായിട്ടാണ് പറയാതിരിക്കാൻ വേണമെങ്കിൽ, പക്ഷേ അതൊക്കെ ഭീകരമായിട്ട് എന്നെ ഗുണം ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ കുറേ കോൺട്രിബ്യൂഷൻ. ഇർഷാദ് ഇപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് ആദ്യമായിട്ട് ഞാൻ ആ ഷോട്ട് എടുക്കുന്ന സമയത്ത് ഗംഭീരമായി എന്ന് പറയുന്നൊരവസ്ഥ. പിന്നെ തരുൺ ഈ പറഞ്ഞ പോലെ വളരെ കാഷ്വലായിട്ട് നമ്മുടെ അടുത്ത് വന്ന് ഈക്വൽ റെസ്പെക്റ്റ് തന്നുകൊണ്ടാണ് പല ഷോട്ടുകളും എടുക്കുക. തരുണിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സംവിധായകൻ്റെ ബ്രില്യൻസ് ഞാൻ ആദ്യം തരുണിനെ കണ്ടപ്പോൾ ക്ലാരിറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, നരേഷൻ, ഇതൊക്കെ ഒരു കഥ പറയുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തരുൺ ആസ് എ ഫിലിം മേക്കർ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കൂടെ, ഇതിൻ്റെ അകത്ത് തരുൺ എന്നയിൽ നിന്നല്ല, നിങ്ങൾ സിനിമ നോക്കിക്കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതിലെ എല്ലാ ആക്ടേഴ്സും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ബ്രില്യൻ പെർഫോമൻസ് ആണ്. തരുൺ ചില സമയത്ത് ഭയങ്കര കോണ്ടന്റ് ഡ്രിവൻ ഫിലിം മേക്കറാണ് തരുൺ. അതായത് ഭയങ്കരമായിട്ട് ലാസ്റ്റ് മിനിറ്റ് ഇംപ്രവൈസേഷൻ ഉണ്ടാവും. അപ്പം നേരെ വന്ന് നമ്മളൊരു ഡയലോഗ്, ഒരു 2 പേജ് ഡയലോഗ് ഉണ്ടെങ്കിൽ തരുൺ ആ സമയത്ത് വന്നിട്ട് അതിൻ്റെ 2 ലൈൻ മാറ്റിയിട്ട് ചേട്ടാ ഇങ്ങനെ പറയാമെന്ന് ചോദിക്കും. ആ നിമിഷം തന്നെ എനിക്ക് അപ്പം തന്നെ പിടികിട്ടും, ആ സീനിൻ്റെ ഫുൾ ഡെപ്ത് മാറും. ആ സമയത്ത് പറഞ്ഞു തരുന്ന ചില വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില നുവാൻസസ് ഉണ്ട്. അത് ആദ്യത്തെ ദിവസം ഞാൻ രാജേട്ടനും ശോഭന മാമും ഒക്കെ ആയിട്ട് അഭിനയിക്കുന്ന സമയത്ത് ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടായ ഒരു ഇംപ്രവൈസേഷനാണ്. ചേട്ടൻ അങ്ങനെ വരികയാണെങ്കിൽ ഹലോ എന്ന് പറയുന്ന ആദ്യത്തെ ദിവസം. ആ സമയത്ത് ആദ്യത്തെ ടേക്ക് കഴിഞ്ഞ് 2ാമത്തെ ടേക്കിൽ ഇംപ്രവൈസേഷന് വേണ്ടിയിട്ടാണ് 2ാമത്തെ ടേക്ക് പോയത്. അവിടെയാണ് ഹലോ വരുന്നത്. അപ്പം ഇങ്ങനത്തെ ചെറിയ നുവാൻസസ് ഒക്കെ പറഞ്ഞു തരിക, ഞാൻ ആ ഫ്ലോയിൽ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പം ഞാൻ പറയണ ചില ചെറിയ മൂവ്മെൻറ്റ്സും ചില കാര്യങ്ങളൊക്കെ ഒരു സംവിധായകനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്യാരക്ടർ സ്റ്റഡി, ഒരു ക്യാരക്ടർ ബാക്ക്ഗ്രൗണ്ട്, അതൊക്കെ പ്യുവറായിട്ട് മനസ്സിലാക്കി ആണ് തരുൺ ആസ് എ സംവിധായകൻ ഞാൻ നേരിട്ട് കണ്ട 10-80 ദിവസം. എന്നോടെന്നല്ല, വേറെ പല ആക്ടേഴ്സും, അത് തരുണിൻ്റെ ഇതിനു മുമ്പിലുള്ള 2 സിനിമ കണ്ടാലും മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു കൂട്ടായ്മ, അങ്ങനത്തെ കുറേ മനുഷ്യർ, ഇൻക്ലൂഡിങ് ഇപ്പോൾ രഞ്ജിത്തേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു ദിവസം പോലും രഞ്ജിത്തേട്ടൻ ആ സെറ്റിലില്ലാത്ത ഒരു ദിവസം, ഒരു നിമിഷം ഞാൻ കണ്ടിട്ടില്ല. അത്
എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര ലേണിംഗ് പ്രോസസ്സായിരുന്നു. കാര്യം ഞാനൊരു പ്രൊഡക്ഷൻ ഹൗസ് നടത്തുന്നതാണ്. അങ്ങനൊരു പ്രൊഡക്ഷൻ, ഇത്രയും വലിയ സ്കെയിലൊരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ വളരെ പ്ലെസൻ്റായിട്ട് 24 മണിക്കൂറും ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുകയും എല്ലാ ദിവസവും അതിൻ്റെ ഭാഗമാകുകയും ഒരു സമയത്ത് പോലും ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു മുഖമോ ഒരു നെഗറ്റീവ് എയർ ആ പറയുന്ന ഒരു ഫിലിം സെറ്റിൽ ഞാൻ രഞ്ജിത്തേട്ടിൽ നിന്ന് കണ്ടിട്ടില്ല. അത് അസാധ്യമല്ലേ? കാര്യം എങ്ങനെയാണ് അങ്ങനെ പറ്റുക? ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എന്തോരം പ്രോബ്ലംസ് ഉണ്ടാവും, ഡേറ്റുകൾ, വെതർ ചേഞ്ചസ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടാവും. ധാരാളം ആൾക്കാർ ഒന്നിച്ചു കൂടുന്നൊരു പ്രവൃത്തി, അതിൻ്റെ ഇടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അത് ആരും അറിയാതെ പുറകിൽ നിന്ന് രഞ്ജിത്തേട്ടനും രഞ്ജിത്തേട്ടൻ്റെ രജപുത്രയുടെ ടീമും എല്ലാവരും ഇതിൻ്റെ പുറകിൽ വേറെ ആർക്കും സ്ട്രെസ് അറിയിക്കാതെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോവുക എന്നൊക്കെ പറയുന്ന ഭീകരമായിട്ടൊരു ഒരു ലേണിംഗ് പ്രോസസ്സായിരുന്നു. എന്നാൽ അതിനുപരി ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റോറി ടെല്ലറാണ് രഞ്ജിത്തേട്ടൻ. ഈ പറയുന്ന നമ്മുടെ റിലാക്സ് ഷോട്ടിൻ്റെ ഇടയ്ക്കുള്ള സമയങ്ങളൊക്കെ രഞ്ജിത്തേട്ടൻ്റെ കുറേ കഥകളുണ്ട്. അതായത് സിനിമയിലുള്ള കഥകൾ തന്നെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് സിനിമയിലുണ്ടായിരുന്നു. ഈ സിനിമയിൽ ഉള്ള പല ക്യാരക്ടേഴ്സ്, പല ഹ്യൂമർ, ഇങ്ങനത്തെയൊക്കെ സ്റ്റോറി ടെല്ലിങ്ങിൽ ചിരിച്ച് മണ്ണ് കപ്പിപ്പോവും, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ അപ്പോൾ ഓരോ നിമിഷവും വളരെ എല്ലാ ദിവസവും എനിക്ക് സെറ്റിൽ പോകാൻ രാവിലെ എണീക്കുമ്പം എനിക്ക് തിടുക്കമായിരുന്നു. കാര്യം അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബഞ്ച് ഓഫ് പീപ്പിൾ. പിന്നെ രഞ്ജിത്തേട്ടൻ്റെ വേറൊരു കാര്യം കൂടെ, ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ വെറുതെ പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഭീകര സ്റ്റോറി ടെല്ലറാണ്. അതിനൊക്കെ ഉപരി അസാധ്യമായ ടെക്നിക്കൽ നോളജ് ഉള്ളൊരു മനുഷ്യനാണ്. അതായത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കും കാര്യം, ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയം തൊട്ട് വർഷങ്ങൾക്ക് മുമ്പ് സിനിമ മാറി, ടെക്നോളജി മാറി. അന്ന് സ്റ്റീം ബക്കിൽ എഡിറ്റ് ചെയ്യുന്ന, മൂവി ഓളിൽ എഡിറ്റ് ചെയ്യുന്ന കാര്യവും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. അതായത് ഞാനൊക്കെ AVM സ്റ്റുഡിയോയിൽ ഇരുന്ന് നമ്മൾ ഓരോ ഫിലിം കത്രികയിൽ കട്ട് ചെയ്ത് സെല്ലോ ടേപ്പ് ഇട്ട് ഒട്ടിച്ച് അത് വൈൻഡ് ചെയ്ത് കാണുന്ന അവസ്ഥ തൊട്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ടായത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ട്. ടെക്നോളജി അന്ന് തൊട്ട് ഇന്ന് വരെ അപ്ഡേറ്റഡ് ആയിട്ടൊരു മനുഷ്യനാണ് രഞ്ജിത്തേട്ടൻ. ഇതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തി. കാര്യം നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു പ്രൊഡ്യൂസർ അല്ല അത്. ഞാൻ ഇൻഡസ്ട്രിയിൽ ഒരു പുതിയ ഒരാളല്ല. എനിക്കറിയാവുന്ന പലവരും ഉണ്ട്. ഇതെന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുകയും എന്നെ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്യുകയും ചെയ്ത ഒരു മനുഷ്യനാണ് രഞ്ജിത്തേട്ടൻ. പിന്നെ രഞ്ജിത്തേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത ടീം, അതിപ്പോൾ ചിപ്പി ആണെങ്കിലും ഇടയ്ക്ക് വന്നിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ്, ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്ന റിയാക്ഷൻസ്, ഇവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ പേര് കേട്ട വലിയ ആൾക്കാരാണ്. അതൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന മൊമെൻ്റാണ്. പിന്നെ രഞ്ജിത്തേട്ടൻ്റെ മകൾ പ്രൊഡക്ഷൻ്റെ ഭാഗമാണ്. ഏതോ ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തിട്ട് വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ആ കുട്ടി പഠിക്കുകയാണ്, അവന്തിക. Brilliant child. I think she will take over Rajaputra soon, and all my prayers, and she is very talented. അപ്പോൾ ഇങ്ങനത്തെ കുറേ കൂട്ടായ്മ ഉള്ളൊരു സെറ്റാണ് ഇവിടെ. എനിക്ക് സത്യത്തിൽ ഞാൻ എൻ്റെ ഒരു കുറിപ്പിൽ മെൻഷൻ ചെയ്തിരുന്നു, ഞാൻ ആക്ച്വലി എനിക്ക് റീസെൻ്റ്ലി കിട്ടിയ ഒരു വളരെ ബ്യൂട്ടിഫുൾ ഫാമിലിയാണ് തുടരുമിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ് തൊട്ട്, സുനിലും തരുണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ആക്ടേഴ്സ് തൊട്ട് എല്ലാവരും പ്രൊഡക്ഷനിലുള്ളവരും. ബിനുവൊക്കെ വളരെ ദൂരെ നിന്ന് ഞാൻ ബിനുവിൻ്റെ പെർഫോമൻസ് ഒക്കെ പല സിനിമകളിലും കണ്ടതാണ്. ബിനുവൊക്കെ ആയിട്ട് എനിക്ക് അടുക്കാൻ സാധിക്കുകയും ബിനുവിനെയൊക്കെ ഞാൻ നേരിട്ട്, ഇൻഫാക്ട് ചില സമയത്ത് നമ്മൾ പറയില്ലേ, നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കാര്യം, നമ്മുടെ ഡയലോഗുകൾ അത് ആലോചിക്കുന്നുണ്ട്. ചിലപ്പോൾ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്യുന്ന ഒരാളെ പറ്റി നമ്മൾ മനസ്സിലാവില്ല, നമ്മൾ ചിലപ്പോൾ നോക്കാറില്ല. പക്ഷെ ബിനുവിൻ്റെ 1-2 നിമിഷങ്ങൾ ആ സിനിമയിൽ ഇപ്പം എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുമ്പിൽ വളരെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള, എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ബിനുവിൻ്റെ ക്യാരക്ടർ ഈ സിനിമയിൽ. അത് പെർഫോം ചെയ്യുന്നത് ഈസിയല്ല. കാര്യം ആ ബ്രെയിൻ 2 തലങ്ങളിലൂടെ പല സമയത്തും പോകേണ്ട അവസ്ഥകളുണ്ട്. അത് ചിലപ്പോൾ ഒരു സിംഗിൾ ഷോട്ടിലൊക്കെ കാണേണ്ടി വരും. അയാളുടെ ഉള്ളിലുള്ള ദേഷ്യവും അയാളുടെ ഉള്ളിലുള്ള ഈഗോയും അയാളിലുള്ള അംബിഷനും ഒക്കെ ഒരുമിച്ച് വരിക എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ മുമ്പിൽ ക്യാമറ
ഓൺ ചെയ്തിരിക്കുന്ന സമയത്ത്, ഞാൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ബിനുവിൻ്റെ പെർഫോമൻസ് ഞാൻ എന്നെ ഇൻസ്പയർ ചെയ്ത നിമിഷങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ എനിക്ക് പിന്നീട് ഡീറ്റെയിൽഡായിട്ട് പിന്നീട് സംസാരിക്കാൻ പറ്റും അങ്ങനത്തെ നിമിഷങ്ങളെ പറ്റി. അപ്പോൾ അതേപോലെ പല ആൾക്കാർ, ഡിക്സൺ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ, അസാധ്യമായ ഒരു എന്താ പറയുക, നേരത്തെ രഞ്ജിത്തേട്ടനെ പറ്റി പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു അവിടെ നിന്നുള്ള ഇൻഫ്ലുവൻസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഡിക്സൺ ആക്ച്വലി രാവിലെ 6 മണിക്കൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം ആർട്ടിഫിഷ്യൽ റെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഏതെങ്കിലും ഒരു ഹോസ് പൈപ്പ്, അപ്പോൾ പുള്ളി ഒരു പൈപ്പ് എടുത്ത് പുള്ളി അവിടെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഒരു കൂട്ടായ്മ ആണ് സിനിമ. അവിടെയാണ് നമ്മൾ റിയൽ ആയിട്ടൊരു ഹാർഡ് വർക്ക് എന്ന് പറയുന്ന പ്യോർ ഫോം നമ്മൾ ആൾക്കാരിൽ നിന്ന് കാണുക. അപ്പം അതേപോലെ അത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. അവരുടെ ഒപ്പം നിൽക്കുന്ന ആ പ്രവൃത്തി ആ സമയത്ത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോയ ഒരു 80 ദിവസം തന്നെയാണ് ഈ സിനിമയിൽ എന്തെങ്കിലും എൻ്റെ ഒരു ക്യാരക്ടർ, എന്തെങ്കിലും റിഫ്ലക്ഷൻ അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്നൊക്കെ കിട്ടിയ ഇൻസ്പിറേഷനും അവരിൽ നിന്നൊക്കെ കിട്ടിയ കോൺഫിഡൻസും തന്നെയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു പുതിയ ഒരു കുടുംബവും പുതിയ സ്നേഹബന്ധങ്ങളും പുതിയ ആൾക്കാരും എനിക്കിപ്പോൾ ഉണ്ട് എന്നുള്ളൊരു സന്തോഷം പറയാതിരിക്കാൻ വയ്യ.